ബാലരാമപുരത്ത് 2 വയസ്സുകാരിയായ ദേവേന്ദു മരിച്ച വാർത്തയറിഞ്ഞ് നിരവധി പേരാണ്, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇപ്പോൾ തടിച്ചു കൂടിയിരിക്കുകയാണ്. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയായ ദേവേന്ദു മരിച്ച വാർത്തയറിഞ്ഞ് നിരവധി പേരാണ്, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇപ്പോൾ തടിച്ചു കൂടിയിരിക്കുകയാണ്. എല്ലാവരും ഈ ഒരു കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന സംശയത്തിൻ്റെ മുൾമുനയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും പോലീസിൻ്റെ പ്രാഥമിക നിഗമന പ്രകാരം ഇത് കൊലപാതകമാണ് എന്നുള്ള ഒരു വിവരത്തിലാണ് പോലീസ് നിൽക്കുന്നത്. എന്തായാലും ഈ വീട്ടിലുണ്ടായിരുന്ന 4 പേരെയും, അതായത് ദേവേന്ദുവിൻ്റെ അച്ഛനെയും അമ്മയെയും, അതുകൂടാതെ ദേവേന്ദുവിൻ്റെ അമ്മാവനെയും ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ 4 പേരിൽ ഒരാളാണ് ഈ ദേവേന്ദുവിനെ ഇത്തരത്തിൽ മരണത്തിന് വിധേയമാക്കിയത് എന്നുള്ള സംശയമാണ് എന്തായാലും നിലവിലിപ്പോൾ ഉള്ളത്. നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. എന്തായാലും അവർ ഈ ഒരു ദേവേന്ദുവിൻ്റെ മരണത്തിൽ വളരെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അവിടെ അയൽപ്പക്കത്തുള്ള വീട്ടുകാരും അതുകൂടാതെ നിരവധി പേരാണ് ഇപ്പോൾ ഈ വീടിന് മുൻവശത്ത് നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും, മെയിൻ റോഡിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏകദേശം 2 വർഷത്തോളമായി കുടുംബം വാടകയ്ക്ക് താമസിച്ച് വരികയാണ്. ഇവരുടെ കുടുംബ വീട് ഇതിന് തൊട്ടടുത്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇവർക്ക് സാമ്പത്തിക ബാധ്യത ഉള്ളതായുള്ള വിവരങ്ങളും നാട്ടുകാർ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ വഴിയിലൂടെയാണ് ഈ വീട്ടിലേക്ക് പോവുക. ചെറിയൊരു വീടാണ്, നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു വീട്ടിലാണ് ശ്രീതുവും ശ്രീജിത്തും അടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്നത്. ഇന്ന് ശ്രീതുവിൻ്റെ അച്ഛൻ്റെ 16 അടിയന്തര ചടങ്ങായിരുന്നു. ഈ 16 അടിയന്തര ചടങ്ങിന് വേണ്ടി നിരവധി പേർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കുട്ടി ഈ ദേവേന്ദു ഈ കിണറിൽ വീണു എന്നുള്ള ഒരു വാർത്തയും അറിയുന്നതിനെ തുടർന്ന് ദമ്പതികൾ തന്നെയാണ് ഈ പോലീസിൽ പരാതി നൽകുന്നത്. കുട്ടിയെ കാണാനില്ല. പിന്നീട് ഫയർഫോഴ്സ് വരുന്നു. ഫയർഫോഴ്സ് വന്നതിന് ശേഷം കിണറ്റിൽ തിരഞ്ഞപ്പോഴാണ് കുട്ടിയുടെ മൃതശരീരം അവിടെ കാണുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുന്നു. അതേസമയം ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ഈ അച്ഛനെയും അമ്മയെയും ഉൾപ്പെടെ ഉള്ളവരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മൊഴികളിൽ തന്നെ വളരെ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും, ഈ കിണറിന് എത്രമാത്രം ഹൈറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 2 വയസ്സുകാരി എങ്ങനെ ഇതിലേക്ക് ചാടുമെന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നു. നാട്ടുകാരും ബന്ധുക്കളും അതുകൂടാതെ പോലീസും പ്രധാനമായും സംശയിക്കുന്നത് അതുതന്നെയാണ്. ഒരു 2 വയസ്സുകാരിക്ക് ഒരിക്കലും തന്നെ ഈ കിണറിലേക്ക് എടുത്ത് ചാടുവാനോ അത്തരത്തിൽ തെന്നി വീഴുവാനോ ഉള്ള സാധ്യത നിലനിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പോലീസ് ആദ്യം തന്നെ നമുക്ക് നൽകിയ സൂചന എന്ന് പറയുന്നത് ഇത് പ്രാഥമികമായി ഒരു കൊലപാതകമാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് എന്തായാലും പുറത്ത് വരുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഈ കുട്ടി, അതായത് ഈ കുട്ടിയെ വകവരുത്തിയതിന് ശേഷമാണോ കിണറ്റിലേക്ക് ഇതൊക്കെ തള്ളിയത്, അല്ലെങ്കിൽ കിണറ്റിലേക്ക് ജീവനോടെ തള്ളിയിടുകയായിരുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനിയും പുറത്ത് വരേണ്ടതുണ്ട്. അതുകൂടാതെ ഈ വീടിൻ്റെ ഒരു മുറിയിൽ തീപിടിച്ച നിലയിൽ ആയിരുന്നു കാണപ്പെട്ടിരുന്നത്. അതുകൂടാതെ ഈ നമുക്ക് ഈ തൊട്ടടുത്ത ഈ ഒരു തകര ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഷെഡ് കാണുവാൻ സാധിക്കും. ഇവിടെ 2 അതായത് കയറുകൾ ജീവനൊടുക്കുന്നതിനായി കുരുക്കിട്ടതായി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അത്തരത്തിൽ നാട്ടുകാർ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കുന്നത് ഇല്ല, എനിക്ക് 10 കൊല്ലം കൂടാണ് താമസിക്കുന്നത്. ബന്ധുവാണ്. എന്തെങ്കിലും പ്രശ്നമുള്ളതായി അറിയാം? എനിക്കറിയില്ല. ഞാൻ 30 വർഷമായി ഇവിടെ താമസം മാറി പോയിട്ട് ഇത് മരണം പ്രമാണിച്ച് ഇന്ന് 16 ചടങ്ങാണ് അതിന് വേണ്ടി വന്നപ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ. അതായത് ശ്രീജിത്തിൻ്റെ ശ്രീതുവിൻ്റെ ബന്ധുവാണ്. ശ്രീധുവിൻ 16 അടിയന്തരത്തിന് വന്നതാണ്. ഇന്നായിരുന്നു ചടങ്ങ്. ഇന്ന് ചടങ്ങ് വെച്ചിരുന്നതാണ്. അത് അല്ലാതെ വേറെ നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരവും അറിയില്ല. എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ ഇല്ല.
ഞാൻ പറഞ്ഞില്ലേ 30 വർഷത്തോളമായി ഞാൻ ഇവിടെ സ്ഥലം വിട്ട് പോയിട്ട്. അതിനുശേഷം ഇവരുമായിട്ട് യാതൊരു കോണ്ടാക്ട്. ഇതിപ്പോൾ മരണം അറിഞ്ഞതുകൊണ്ട് വന്നു. അതിന് ഇന്ന് 16 ചടങ്ങ് അതിനു വേണ്ടി വന്നതാണ്. ഇവരെ അറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? എൻ്റെ അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ഈ കൊച്ചിൻ്റെ അമ്മുമ്മ. ആ, എന്തെങ്കിലും പ്രശ്നമുള്ളതായത്? അതറിയത്തില്ല. പിന്നെ കടമുണ്ടെന്ന് അറിയാം, അല്ലാതെ അറിയത്തില്ല. കടമുണ്ടെന്ന് അറിയാം. അറിയാം, അതറിയാം. മൂത്ത കൊച്ചാണ് അതിനകത്തിരിപ്പുണ്ട്. ഇതാണ്ട് അകത്തിരിപ്പുണ്ട്. അയ്യോ നമ്മളെ നാട്ടുകാരാണ്, അറിഞ്ഞു കേട്ട് വന്നതാണ്. ചേച്ചി ഇവിടെ താമസിക്കുന്നതാണോ? എന്തെങ്കിലും പ്രശ്നമുള്ളതായി അറിയാം? നമുക്കറിഞ്ഞൂടാ എത്ര കാലമായി ഇവിടെ താമസിക്കുന്നത്? 2-3 വർഷമായി വന്നിട്ട്. ആരൊക്കെയുണ്ട് വീട്ടിൽ? അവർ കുടുംബം മാത്രം. എത്ര പേരുണ്ട്? അവർ അച്ഛൻ, അമ്മ, 2 മക്കൾ, 2 ചെറുമക്കൾ, 6 പേര്. പിന്നെ ഇന്ന് രാവിലെ എന്തെങ്കിലും മരിച്ചത് എങ്ങനെ മരിച്ചത്? സുമല്ലാടാണ് മരിച്ചത്. രാവിലെ എന്തെങ്കിലും ശബ്ദം എന്തെങ്കിലും കേട്ടിരുന്നു? ഒന്നും കേട്ടില്ല. ഇവിടെ ആൾ കൂടിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പുറത്താണ് എൻ്റെ വീട്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുള്ളതായി അറിയാം? ഒന്നും അറിഞ്ഞൂടാ. അവരെല്ലാം അച്ചടക്കാണ്, നമുക്കൊന്നും അറിഞ്ഞൂടാ. എന്തോന്ന് പറഞ്ഞ മകളെ കാണാറുണ്ട്? കൊച്ചിനെ എന്നും കാണും. ഈ കുടുംബം എങ്ങനെയായിരുന്നു? പ്രശ്നമുള്ളതായി അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞൂടാ. കുടുംബം ഇവിടെ താമസിക്കാൻ വന്നതിന് ശേഷം അറിയാവൂ. മുൻപിലാരും നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ വാടകയ്ക്കാണോ? വാടകയ്ക്ക്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മരണത്തിലെ ദുരൂഹത നീങ്ങുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് പോലീസും നൽകുന്നത്. കാരണം അത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ നടപടികളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഈ ഒരു മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് വ്യക്തമാകും. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.